അറിയണം. ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. നല്ലൊരു പ്രഭാതം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മള് ഈ ലൈവ് ഒക്കെ വീഡിയോ എടുത്തിടുകയായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഥിരം മുഖങ്ങളെ കുറച്ച് കിട്ടാതിരുന്നത് കൊണ്ടാ കേട്ടോ നമ്മൾ പിന്നെയും ലൈവിലേക്ക് വന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് ഇന്ന് പറയാൻ വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു TV ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ വില കുറച്ച് കാണുന്നവരായിട്ട് പപ്പയ്ക്ക് കാണുന്നത് ഇഷ്ടമല്ല. നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. എന്ന് പറയുമ്പോൾ ആ അക്സെപ്റ്റൻസിന് വേണ്ടി നിങ്ങളുടെ ക്വാളിറ്റീസ് കളയുകയും ചെയ്യരുത്. എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ക്വാളിറ്റീസ് കളയുകയും ചെയ്യരുത്. അപ്പൊ അതായത് സ്വയം വിലയുണ്ടാക്കണം. എന്താ ചെയ്യണ്ടേ? സ്വയം വിലയുണ്ടാക്കണം. എങ്ങനെയാ നമ്മൾ സ്വയം വിലയുണ്ടാക്കുന്നത്? എങ്ങനെയാ ഒരു വ്യക്തി സമൂഹത്തിൽ അയാൾക്ക് അയാളുടേതായ ഒരു വിലയുണ്ടാക്കുന്നത്? എങ്ങനെ അയാള് ആ രീതിയിൽ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യാൻ നിൽക്കണം. അതെങ്ങനെയാണ്? സ്വയം വിലയുണ്ടാക്കുന്ന ആൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കും. എല്ലായിടത്തും അവരങ്ങ് അവൈലബിൾ ആയിരിക്കത്തില്ല. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാവും. അവർക്ക് അവരുടേതായ ഒരു ബൗണ്ടറി ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരു വയലില് മണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ വിട്ടേക്കുക. പിള്ളേരെല്ലാം നേരം എന്ത് ചെയ്യും? അവിടെ കയറിയെന്ന് കളിച്ചിട്ട് പോകും. അതേപോലെ ആയിരിക്കും നമുക്ക് ഒരു ബൗണ്ടറി ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്താവണം? നമുക്ക് കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ടാവണം. ബൗണ്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ വന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ കയറി കളിച്ചിട്ട് പോകും. ഇതാണ് പകുതി ആൾക്കാർക്കും ഉണ്ടാകുന്ന വലിയ ഒരു പ്രശ്നം. ഇനി അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ, നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാവണം. എന്തുകൊണ്ടാവണം? നമുക്ക് ഒരു ആത്മാഭിമാനം ഉണ്ടാവണം. ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ എന്തോനെ? ഒരു സ്വയമേ ഉള്ളൊരു പുകഴ്ച. ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തോ? നമുക്ക് സ്വയമേ ഉള്ളൊരു കോൺഫിഡൻസ്, നമ്മളിലുള്ള വിശ്വാസം. നമുക്കൊരു ആത്മാഭിമാനം നമ്മളെ കുറിച്ച് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അറിയാമോ? സെൽഫ് പ്രൗഡ്നെസ്. നമുക്ക് സ്വയം ഒരു വില നമ്മൾ എന്തോ നമുക്കൊരു വില നമ്മൾ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവണം? ആത്മാഭിമാനം ഉണ്ടാവണം. അതിനൊരു വിലയുണ്ടാവണം. ആത്മാഭിമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ എന്ത് കാര്യം അങ്ങോട്ട് കയറി ചെയ്യാൻ തുടങ്ങും. നമുക്ക് ആവശ്യമുള്ളിടത്ത് നമ്മൾ പ്രസന്റ് ആയാൽ മതി. മനസ്സിലാവുന്നോ? ഇത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വാക്കു പാലിക്കുന്നവരായിരിക്കണം. നീ അങ്ങപ്പുറത്ത് എന്താണ്? വാക്കു പാലിക്കുന്നവരായിരിക്കണം. എന്താ കാര്യം? അപ്പം നമ്മളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ, നിങ്ങളുടേതായ ഒരു സ്പേസ് നിങ്ങൾക്കുണ്ടാവണം. ആത്മാഭിമാനം ഉണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? വാക്കു പാലിക്കുന്നവരായിരിക്കണം. പിന്നൊരു പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ, നമുക്ക് സമയത്തിന് വിലയിടുന്നവരായിരിക്കണം. എന്തായിരിക്കും? സമയത്തിന് വിലയിടുന്നവരായിരിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സമയത്തിന് നമ്മൾ വിലയിടണം. മനസ്സിലായോ? അപ്പൊ എല്ലായിടത്തും നമ്മൾ അങ്ങ് അവൈലബിൾ ആയി മാറരുത്. എന്ത് ചെയ്യരുത്? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? നിങ്ങൾക്കും അറിയാവുന്ന പോയിന്റുകൾ ആഡ് ചെയ്യാം. എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും അവൈലബിൾ ആയി മാറുക. കയറി ചെല്ലുന്ന ഒരാളായി നമുക്ക് മേറുമ്പോ നമ്മൾ അങ്ങോട്ട് ചെന്ന് അഭിപ്രായം പറയാ. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ചിലയിടത്തൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കണം. അതായത് ഒരു മീറ്റിംഗ് നടക്കുമ്പോ ഉണ്ടല്ലോ, ഇയാളും അവിടെ കാണും. ഇയാള് മൗനമായിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഓരോരുത്തരൊക്കെ ആണെന്നുണ്ട് ഒരു പുസ്തകം എഴുതുന്ന പോലെ ഇരുന്നങ്ങ് വായിക്കും. ഒരു കമ്മിറ്റി കൂടുമ്പോ, ഒരു ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇപ്പുറത്തേക്കിടെ. അപ്പൊ എന്തോ ചെയ്യുന്നറിയാം? അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും ഒക്കെ അങ്ങ് പറയുക. പക്ഷെ എന്താ സംഭവിക്കുന്നേ? നിങ്ങളെ ആരും ചെവിക്കൊള്ളത്തില്ല. മനസ്സിലാവുന്നോ? നിങ്ങളിങ്ങനെ മൗനമായി ഇരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു, ഒരു പുസ്തകം എഴുതുന്ന രീതിയിൽ അവരങ്ങ് സംസാരിച്ചു. പക്ഷെ മറ്റവൻ അവിടെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടായിരിക്കുക. പക്ഷെ അവൻ സസൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഒരു മീറ്റിംഗിൽ പോലും ആ മൗനമായി ഇരിക്കുന്നവന്റെ അടുത്തായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നേ? അവനെ പറഞ്ഞത് ഫലിപ്പിക്കാൻ ശ്രമിക്കും. അവനോട് അങ്ങോട്ട് എന്ത് സംസാരിക്കും? എന്താ അത് അങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് അത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും അവസാനം യവന്റെ അഭിപ്രായം അവസാനം ചോദിക്കും. മനസ്സിലായോ? അവൻ കൃത്യമായ അഭിപ്രായം പറയുകയും ചെയ്യും. അതായിരിക്കും ആ പ്രോഗ്രാമിന്റെ അജണ്ടയായിട്ട് അതിന്റെ കൺക്ലൂഷനായിട്ട് വരുന്നത് അതായിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വ്യാകുലപ്പെടണ്ട. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? സമയത്തിന് നിങ്ങളുടെ സമയത്തിന് വിലയിട അല്ല, നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവ് കൃത്യമായി നിങ്ങൾ ഒരു ശ്രോതാവായി മാറണം. നിങ്ങൾ ആ പ്രോഗ്രാം നടക്കുമ്പോഴായാലും കൃത്യമായി കേൾക്കണം. മനസ്സിലായോ? സമയത്തിന് വിലയിടുന്നവരായി മാറണം. മനസ്സിലായോ? പിന്നെ എല്ലാവരെയും ബഹുമാനിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടാവും. എന്താണ്? നമുക്ക് ബഹുമാനിക്കാനുള്ള ഒരു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സമൂഹത്തിന്റെ. ഇപ്പൊ എന്താണ്, നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് നമുക്ക് വലിയൊരു റെസ്പെക്ട് ചെയ്യുന്ന വലിയ ഇരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് കൈ കൊടുക്കും. അതൊക്കെ ഒന്ന് എഴുന്നേറ്റ് നമുക്ക് പരമാവധി നമ്മുടെ ഒരു സുഹൃത്താണ്. ഇപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വരും. ഇപ്പൊ നിഷാദാണ്ട് ഇവിടെ വന്നിട്ട്. നിഷാദ് ആരെന്നുണ്ട്, അല്ലെ ബിനു തോമസ് ആയിക്കോട്ടെ, അല്ലെ ബോസ് ആരോ ആയിക്കോട്ടെ, ക്രിസ് ആയാലും ശരി, അവര് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവര് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് വരുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടി. പക്ഷെ വേറൊരാൾ വരുന്ന ബഹുമാനം നമ്മൾ കൊടുക്കണം. അത് പ്രായമോ പണമോ അറിവോ അതൊന്നും വെച്ചല്ല. മനസ്സിലാവുന്നു? ആ ഒരു കൃത്യത പാലിക്കാൻ നമുക്ക് കഴിയണം. ബഹുമാനം കൊടുക്കേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പഠിക്കണം. എന്താണ്? കേൾക്കാൻ പഠിക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരാളെ കേൾക്കാൻ നമുക്ക് പറ്റണം. മനസ്സിലാവുന്നോ? അത് വലിയൊരു സംഭവമാണ്. നല്ലൊരു ലിസണർ ആയിരിക്കണം. അത് നമുക്ക് അക്സെപ്റ്റൻസ് കൂട്ടും. മറ്റേ ആത്മാഭിമാനത്തിന്റെ അവിടെ വരുമ്പോ ഞാൻ ഒരു കാര്യം എന്റെ മനസ്സിലോട്ടുന്നത്, നമ്മൾ ഈ ഫിയർ ഉണ്ടാകുമ്പോ അത് മൊത്തത്തിൽ പോകും. മീൻസ് നമ്മളുടെ ആത്മാഭിമാനം തകർക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫിയർ ആണ്. നമ്മൾ സമൂഹത്തെ ഭയപ്പെടും. നമ്മുടെ ആത്മാഭിമാനം കുറയോ എന്നുള്ളത് നമ്മുടെ ഒരു ഭയം കൂടുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ, നമ്മൾ ആരെയാ ഭയപ്പെടുന്നേ? ചുറ്റുപാടും ഉള്ളവരെ. എന്തിനാണ് അവരെ ഭയപ്പെടുന്നേ? മനസ്സിലാവുന്നു? കൃത്യമായി അത് മനസ്സിലാക്കണം. നമ്മുടെ ഭയം എന്താണ്? ഒരു പട്ടി അടിക്കാൻ വരുമോന്നൊന്നും അല്ല. പട്ടി അടിക്കാൻ വരുമ്പോ ഓടിയാൽ എന്തോ ചെയ്യില്ല, അവ എന്തോ വിചാരിക്കും. എടാ നീ വേണമെങ്കിൽ ഓടിക്കോണം. മനസ്സിലായോ? നീ ചുറ്റുപാടിനെ ഓർത്ത് വിഷമിക്കുകയോ അതനുസരിച്ച് നീ മാറുകയോ ചെയ്യുകയല്ല. നിനക്കനുസരിച്ച് ചുറ്റുപാട് വരുത്ത രീതിയിലേക്ക് നീ വളരുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? കേൾക്കാൻ പഠിക്കണം. കോപം നിയന്ത്രിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. എന്തോ കോപം നിയന്ത്രിക്കേണ്ടി വരും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. മനസ്സിലാവുന്നോ? ഞാൻ പ്രാക്ടീസ് ചെയ്ത് മാറ്റേണ്ടവനെ എല്ലാം മാറ്റി നിർത്തി കേൾക്കേണ്ടവനോടെ മാത്രം കേൾക്കാനും ഒക്കെ നമ്മൾ തന്ത്രപൂർവ്വമാണ് പഠിച്ചത്. അല്ലാതെ നടക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കുമോ അവനെ വിളിയടേ, അവൻ ചുമ്മാ അവിടെ കണ്ടിരിക്കും, അവനെ വിളിച്ചോണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് വിലയിടാത്തിടത്തോളം നിങ്ങൾ ആ സമയത്ത് പുസ്തകം വായിച്ചാൽ മതി. നമുക്ക് കരുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാ കേട്ടോ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവും നമ്മുടെ പ്രാപ്തിയും വളരും. നമ്മൾ കേൾക്കാൻ പഠിക്കണം. നമ്മുടെ കോപം നിയന്ത്രിക്കണം. സത്യസന്ധത പാലിക്കണം. അടുത്തെന്തോ നമ്മൾ സത്യസന്ധത പാലിക്കുന്നവരായി മാറണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ അവൻ ഒരു സത്യസന്ധനായ മനുഷ്യനാ, അവനെ നമുക്ക് ഇത് ഏൽപ്പിക്കാം എന്ന് തോന്നുന്ന രീതിയിലേക്കാക്കണം. അല്ലാതെ നമ്മള് പള്ളിയിൽ ചെന്നാലും അവിടെ ചെന്നാലും വാതോരാതെ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ നേതാവാകത്തില്ല. നേതാവാവണമെങ്കിൽ നേതാവിന്റെ ഗുണം ഉണ്ടായേ പറ്റൂ. മനസ്സിലായോ? നേതാവിന് കൃത്യമായ ഗുണമുണ്ട്. അതുകൊണ്ടല്ലേ പല നേതാക്കന്മാരും മരിച്ചു പോകുമ്പോൾ അതോടങ്ങ് തീരുന്നേ. ഇപ്പോഴത്തെ നേതാക്കന്മാർ മരിച്ചു പോയാൽ അവർ പോയി അമർന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആർക്കാതിരിക്കുന്നത്. മനസ്സിലാവുന്നു? ഇനി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരായിരിക്കണം. മനസ്സിലായ നേഹ? നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്ര മാർക്ക് മേടിക്കണം, ഇങ്ങനെ ആവണം, നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം, നിങ്ങളുടെ ചെയ്യുന്ന പ്രോസസ് ക്ലിയർ ആയിട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ വക കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഉത്തരവാദിത്വത്തോട് പറയാം. നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും ഒരു കൃത്യത ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഇത് ശ്രീനി കുഞ്ഞച്ചന്. ആ സ്ത്രീ 2 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവയുടെ പേരുന്ന് ശ്രീകണ്ഠൻ നായരുമായിട്ട് സംസാരിച്ചപ്പോ അവരത് കൃത്യമായി ഫാക്ട് പറയേണ്ടത്. മനസ്സിലാവുന്നു? നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായി അവിടെ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മിടുക്കരാണെന്ന് നമ്മൾ ആരെയും കൂകി വിളിച്ച് പറയാൻ പോണ്ട. നിങ്ങൾക്കൊരു അവസരം വരുമ്പോ നിങ്ങൾ കൃത്യമായി ആ അവസരത്തെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഇങ്ങനെ വന്നു പോകും. നമ്മൾ ആ അവസരം വരുമ്പോ കൃത്യമായി ആ അവസരത്തിലേക്ക് മൈലം ഗണേശേട്ടാ എന്തുകൊണ്ട് പാർട്ടിയൊക്കെ മാറിയിട്ട് എങ്ങനെ ഉണ്ട്? സുഖമാണോ? ഞങ്ങള് ഇപ്പം വീഡിയോ ആയിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച അന്നേരം പക്ഷേ നമ്മുടെ സ്ഥിരം മുഖങ്ങൾ കാണാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ലൈവിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു ആരെ ശ്രീനി എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്താ ശ്രീനാ കുഞ്ഞച്ചൻ. അന്നേരം അവര് സംസാരിക്കുന്ന കേട്ടായിരുന്നു. അവര് എന്ത് ചെയ്യും?
കൃത്യമായ രീതിയിൽ അത് ഡെലിവറി ചെയ്യും. അപ്പൊ മനസ്സിലായോ? ആ ഒരു ഫാക്ട് കൂട്ടിച്ചേർക്കണം. പക്ഷെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് കൃത്യമായ മറുപടി. നമ്മളിപ്പം രാഹുൽ ഈശ്വറിന് കാര്യങ്ങൾ അറിയാം, പക്ഷെ രാഹുൽ ഈശ്വരി കുറച്ചുകൂടെ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ അല്ല, ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെയാ നോക്കുന്നത്. മനസ്സിലാവുന്നു എങ്ങനെയാണ് അത് മാറ്റിക്കൊണ്ടിരിക്കാന്? അത് പെട്ടെന്നൊന്നും മാറുന്ന സാധനമല്ല. പതുക്കെ മാറ്റിയെടുക്കും. ഈ ബഹളം വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ന്യൂസ് ചാനലൊന്നും ആൾക്കാർ കാണാത്തെ? അത് ചുമ്മാ പറയുന്നത്. ഒരുവിധം ഈ പാർട്ടിക്കാരെ ഇപ്പൊ കാണുന്നേ. മനസ്സിലാവുന്നോ? ക്വാളിറ്റി ഉള്ളവന്മാർ അതിന് മുന്നിൽ പോയിരിക്കുന്ന ആ സിസ്റ്റം മാറി. പണ്ടത്തെ ദൂരദർശൻ കാഴ്ചയൊക്കെ മാറി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചുമ്മാരങ്ങ് വാ വെക്കുവോ മനുഷ്യനെ? അതെ, കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വാ വെക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ വിവരണം, കൃത്യമായ കാര്യങ്ങൾ പറയണം. മനസ്സിലായോ? സാധാരണക്കാരൻ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളത് നോക്കിയാൽ മതി. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാ. അതിനകത്ത് 1 കോടി ജനങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അതേപോലെ 50 ലക്ഷം കാണുന്നില്ലല്ലോ, 25 ലക്ഷം കാണുന്നില്ലല്ലോ, 10 ലക്ഷം കാണുന്നില്ല. വാർത്ത അങ്ങനെ അല്ലെന്ന്, അങ്ങനെ ഒരു കാഴ്ച അവിടെ നടക്കുന്നില്ല. ആൾക്കാർ മാറി 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 100 കൂട്ടം കാര്യങ്ങൾ കണ്ട് അങ്ങ് പോവുക. മനസ്സിലായോ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ പണം മാത്രമാണ് എല്ലാ സംവിധാനവും എന്ന് ചിന്തിക്കരുത്. മൂല്യങ്ങൾക്കും വിലയുണ്ടായി കേട്ടോ. മൂല്യങ്ങൾ, നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുക, നല്ല ക്വാളിറ്റി ഉള്ളവരായി മാറുക, അതിന് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാവും. മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞ വാക്കിലും പെരുമാറ്റത്തിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. എന്ത്? വാക്കിലും പെരുമാറ്റത്തിലും ഒരു ക്വാളിറ്റി ഉണ്ടാവണം. മനസ്സിലായോ? വാക്ക് പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ സഹായിക്കുക. എന്ത് ചെയ്യണം? സഹായിക്കണം. സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ ആ വരുന്ന ആൾക്ക് എന്തുണ്ടാവും? ഒരു എന്തെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടായിരിക്കും വരുന്നത്, അല്ലയോ സാറേ? അന്നേരം അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. സംസാരം മാത്രം പോരാ, നമുക്ക് എന്താണ് അവരെ സഹായിക്കാനുമുള്ള. അപ്പൊ പിന്നെ ആ ഒരു നിലപാട് നമുക്കുണ്ടാവണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നന്ദി പറയാനുള്ള കഴിവുണ്ടാവണം. ഒരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ, ഒരു സഹായം ചെയ്താൽ കൃത്യമായ രീതിയിൽ ആളുടെ മുഖം ഒന്നും നോക്കുമല്ല, കൃത്യമായ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇംഗ്ലീഷുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. ഈ ട്രംപിന്റെ ഒക്കെ വേറൊരു സമയം എന്താ? ഈ ട്രംപ് ഒക്കെ എന്താണെന്നറിയാം? ഇന്നിപ്പോ മോദിയോട് വഴക്കൂടിയാലും നാളെ മിണ്ടും. അവരിത് വഴക്കല്ല, അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. മനസ്സിലായോ? കേരളത്തിൽ നമുക്കാണ് ആ പ്രശ്നമുള്ളത്. എന്ത്? അയ്യോ അവ അങ്ങനെ പിണങ്ങിയിരിക്കുന്നത്. അവർക്ക് അങ്ങനൊന്നും ഇല്ല. അവരത് പിണക്കമല്ല, അവരവരുടെ രാജ്യത്തിന് വേണ്ടി പറയുന്ന, അവർ കൃത്യമായി പറയുന്ന മോദി അല്ല, ആര് വന്നാലും അവരുടെ രാജ്യമായിരിക്കും അവരുടെ പ്രശ്നം. അവന്മാർ നമ്മളെ കൊണ്ട് 55 ലക്ഷം രൂപ, 55 ലക്ഷം കോടി നമ്മുടെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്ത് നിന്ന് 45 ലക്ഷം കോടി അവന്മാരുടെ രാജ്യത്ത് നിന്ന് വരുത്താനുള്ള എന്താ അവന്മാർ ആളെ പിടിക്കുകയും. ജബ്രി എപ്സിന്റെ കാര്യം ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. മനസ്സിലാവുന്നോ? എപ്സിൻ ഫയൽസിനെ പറ്റി പറയാം. ഞാൻ ഇന്നലെയൊക്കെ ഇരുന്ന് ഫുൾ ടൈം അത് വായനയായിരുന്നു, ഏതാണ്ട് ഒരു 5 മണിക്കൂർ കേട്ടോ. അതെല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തേ ക്ഷമ ചോദിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് പറഞ്ഞു. ശുചിത്വം. അടുത്തെന്തോ? നല്ലൊരു നേതാവാകാനും 10 പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവൻ നല്ല വൃത്തിയായിട്ടാണ് നടക്കുന്നത്. മനസ്സിലായി? അവന്റെ ഡ്രസ്സിങ് ഒക്കെ കറക്റ്റാ, അവനെ പറ്റി ചിന്തയുള്ളവനാ എന്നൊക്കെ ഒരു തോന്നൽ കൃത്യമായി വരും. പിന്നെ പണം മാത്രം വെച്ചോണ്ട് മൂല്യം, അത് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞല്ലേ, പണം മാത്രം പോരാ, അതിന് മൂല്യവും വേണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് എന്തുവെന്ന് ചോദിച്ചാൽ ഈ അസൂയ ഉണ്ടാവരുത്. എന്ത്? ഈ എല്ലാവന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവന്മാരെല്ലാം ഈ പണ്ടത്തെ തൂപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായ? അസൂയ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാൻ പാടില്ല. അതല്ല, അസൂയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ അസൂയ വരുന്നത് കേട്ടോ? എന്നെ കൊണ്ട് പറ്റില്ല എന്ന ഒരു ചിന്ത വരുമ്പോ ഇവൻ ആൾക്കാരോട് ഭയങ്കരമായ രീതിയിൽ എന്തുണ്ടാവും? ഇവൻ അസൂയ ഉണ്ടാവും. ഈ അസൂയ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. പലരെയും എന്ത് ചെയ്യുന്നു? ജീവിതത്തെ തളർത്തി കളയുന്നത് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ. കാരണം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ഇത് എന്തായാലും ഒക്കത്തില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന നെഗറ്റീവ് പറഞ്ഞു, അവനാണ് ഈ ഫേസ്ബുക്കിൽ ബാഡ് കമന്റ് ഇടുന്നത്. ഈ അസൂയ ഉള്ളവനാ. നമ്മൾ ആലോചിച്ചോണം. അവനല്ലാതെ ഒരു പ്രശ്നമില്ല, അവൻ വാലും തലയൊന്നും ഇല്ലാതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ രാത്രി ഉറക്കം പോലും കാണത്തില്ല. അവൻ അങ്ങനെയുള്ളവനെ നമ്മൾ അസൂയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പിന്നെ വേറെ ആരുണ്ട്? ഇത്തരത്തിൽ ഈ അസൂയുള്ള നെഗറ്റീവ് പീപ്പിൾസിനെ ഒരിക്കലും കൂടെ നിർത്തരുത്. മനസ്സിലായോ? എന്ത് നഷ്ടം ഉണ്ടായിക്കോട്ടെ, ഞാനത് എടുത്ത് തോട്ടിക്കളയണം, ഫേസ്ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. അവനെ എവിടൊക്കെ നമുക്കുണ്ടോ അവിടെ നിന്നെല്ലാം ഇവരെ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആൾക്കാരെ പുറത്താക്കണം. ഇവനല്ലെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ കൂടെ നിന്ന് എന്ത് ചെയ്യുന്നറിയാം? നമ്മളെ നശിപ്പിക്കും. എന്നോടാണെന്നുണ്ടെങ്കിൽ അച്ചാ പുച്ചാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ, എന്നിട്ട് അപ്പുറത്ത് എന്നിട്ട് എന്നെ പറ്റി പറയും. അവൻ എന്നെ വിളിച്ചിട്ട് പറയും, നീ എന്തിനാണ് അവനെ കൂടെ ഇരുന്നത്? അവൻ നമ്മളോട് സ്നേഹമുള്ളവനായിരിക്കും. മനസ്സിലായി? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നെഗറ്റീവ് ആൾക്കാരെ കൂടെ നിർത്തുകയേ ചെയ്യരുത്. മനസ്സിലായോ? നെഗറ്റീവ് ആൾക്കാർ എപ്പോഴും നമുക്കൊരു ബാധ്യതയാണ്. പിന്നെ സ്വന്തം തെറ്റ്
അറിഞ്ഞിട്ട് അത് അംഗീകരിക്കണം. നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് എന്ത് ചെയ്യണം? സ്നേഹം ഒന്ന് പിടിച്ചു. തെറ്റ് പറ്റിപ്പോയി എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് തോന്നിയ ആ തെറ്റെന്ത് ചെയ്യണം? അംഗീകരിച്ച് അതിൽ നിന്ന് മാറണം. പിന്നെ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ പപ്പ ചെയ്യുന്നതിന്റെ തൊട്ട് കുടുംബത്തെയൊക്കെ ബഹുമാനിക്കണം. എന്ത് ചെയ്യണം? കുടുംബത്തെയൊക്കെ ബഹുമാനിക്കണം. പപ്പ ഇപ്പൊ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലേ? നിങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്നില്ലേ? അതേപോലെ കുടുംബങ്ങളെ ബഹുമാനിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്നോട് നിൽക്കുന്ന ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനും എന്ത് ചെയ്യുന്നത് ഈ കാഴ്ചപ്പാടിലോട്ട് നിൽക്കുന്നത്. നമ്മളെല്ലാം പരസ്പരപരമായി എന്ത് ചെയ്യണം? ഈ ഒരു തലത്തിൽ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പരസ്പര ബഹുമാനം അതോടൊപ്പം കുടുംബത്തെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം. ഐസ് വിൽപ്പനയ്ക്ക് ഐസ് അല്ലല്ലോ, എന്താ നല്ല മീൻ. അപ്പൊ അങ്ങനെ പരസ്യം കൊടുക്കണ്ട. അന്നേരം എന്താ പറഞ്ഞേ? ഞാൻ എന്തായിരുന്നൊരു പോയിന്റ് പറഞ്ഞേ? ബഹുമാനിക്കുക. നമുക്ക് കുടുംബത്തെ ബഹുമാനിക്കാൻ പറ്റണം. സമൂഹത്തിന് എന്ത് ചെയ്യണം? ഉപകാരപ്പെടുന്നത് ചെയ്യണം. എന്ത് ചെയ്യണം? സമൂഹത്തിന് ഉപകാരപ്പെടുന്നത് ചെയ്യണം. എന്ത് ചെയ്യണം? സമൂഹത്തിന് ഉപകാരപ്പെടുന്നത് ചെയ്യണം. പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പ്രശ്നം വന്നാ കണ്ടം വഴി ഓടരുത്. എന്താ? പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുമല്ല. ചിലവന്മാരെങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പം വലിയ മിടുക്കനാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അവിടെ ഇപ്പൊ ഫേസ്ബുക്കിലും ഒക്കെ നമുക്കെതിരെയൊക്കെ കമന്റ് ഇടും. നമ്മൾ അതിനകത്തൊന്നും എന്ത് ചെയ്യരുത്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എപ്പോഴായാലും ഫേസ്ബുക്കിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെണ്ണോ കൂടുതൽ. അപ്പൊ ഈ നെഗറ്റീവ്, അത് ബുദ്ധൻ പറഞ്ഞതുപോലെ നിങ്ങളെ ഒരാൾ ഒരു തീക്കനലെടുത്ത് എറിയുമ്പോ നിങ്ങൾക്കല്ല കൂടുതൽ വേദനിക്കുന്നത്, അത് പിടിച്ചെറിയുന്നവനാണെന്ന് ആലോചിച്ചോ. നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് നമുക്ക് അവനൊരു ലവ് ചിഹ്നവും അടിച്ചു കൊടുത്താൽ അവൻ അതിനേക്കാളും വേദനിക്കും. മനസ്സിലാവുന്നോ? അപ്പൊ നമുക്കിത് ഇതേപോലെ നമുക്കൊരാളെ എറിഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടാന്നോ ആൾക്കാർക്ക്? അല്ല, അത് ഒഴിയുന്നവനാണ് മിടുക്കൻ. മനസ്സിലായോ? വരുന്ന എല്ലാ കല്ലും എന്റെ ദേഹത്തോട്ട് വീഴട്ടെ എന്ന് പറയാതെ അതങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഞാൻ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നടന്നവരും എന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ ഇവൻ അതിന് ഞാൻ എതിർക്കാനുള്ള ആളായിട്ട് അവൻ വളർന്നു വരട്ടെ. മനസ്സിലാവുന്നോ? അല്ല, നമ്മൾ ആരെയാണ് എതിർക്കുന്നതെന്ന് പോലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ ശശി തരൂര് ഒരു കാര്യം അയാൾ ആർജിച്ചെടുത്ത കഴിവ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു പുണ്ണാക്കോളിയൻ അവിടെ എന്നിട്ട് എന്ത് ചെയ്യുമോ? എറിഞ്ഞാല് അയാൾക്കത് കൊള്ളുവോ? നമ്മുടെ തലം മാറ്റിക്കൊണ്ടേയിരിക്കണം. നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ ഏറ്റവും താഴെ ഉള്ളവനോട് പറയണം, അവനോട് എന്താണ് ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. മനസ്സിലായോ? നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യരുത്. നമ്മൾ പിന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് ആകെ ഉള്ളവരാവാം, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമ്മൾ നിങ്ങൾ വെറുതെ വിട്ടേക്കണം. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് അവർക്ക് തോന്നുന്നൊരു വികാരം മാത്രമാണ്. അവർക്ക് എന്നും നമ്മളെ സ്വന്തമായി വേണം. അതുകൊണ്ടാ അവർക്ക് വേറൊരാൾ നമ്മളെ കൈകാര്യം ചെയ്യുന്നതും വേറൊരാൾ നമ്മുടെ കൂടെ നടക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യുന്നത്? നമ്മളെ വിട്ട് പോകുന്നത് പോലും. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണ്ട. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്നറിയാം? നമ്മളെ വിട്ട് പോയാലും ഹായ് ദൈവമേ, ഞങ്ങളുടെ അമ്മച്ചിയാണ് ഇതുകൊണ്ട് മിടുക്കിയായ അമ്മച്ചിയാണ്. രാവിലെ വന്നു നടക്കാനൊക്കെ പോയി, പിന്നെ പോയില്ലയോ? അതാ പോയി അമ്മച്ചി പറഞ്ഞ കേട്ടോ, ഫോട്ടോ ഒന്നും എടുക്കല്ലേ. എന്നിട്ട് ഫോട്ടോ എടുത്തപ്പോ എന്തോ അമ്മച്ചി പറഞ്ഞേ, എന്നാ കൊച്ചിനെ വിളിച്ചു പറയട്ടെ, എന്നെ കണ്ടോളെ. പ്രശ്നത്തിൽ നിന്ന് ഓടരുത്. മനസ്സിലായ? ചെറിയ കാര്യത്തിൽ സത്യസന്ധത വെക്കണം. മനസ്സിലാവുന്നോ? ചെറിയ കാര്യത്തിൽ എന്താണ് സത്യസന്ധത? എന്ത് കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം. നിങ്ങൾ ഒരിടത്ത് പോയി നിന്നാലും നിങ്ങളുടെ വേഷവും കാര്യങ്ങളും ഒക്കെ നല്ല എന്തായിരിക്കണം? മനോഹരമായ ഒരു വൃത്തിയോടെയുള്ള വേഷം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പുതുത് വേണമെന്നല്ല, ഉള്ളത് വൃത്തിയായിട്ട് വേണം. നമുക്കൊരു വിനയവും ഉണ്ടാവണം. നമുക്ക് അടുത്തെന്ത്? നമുക്കൊരു വിനയം ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് എന്താണ്? എല്ലാവരുടെയും പേര് വേണമെന്ന് പറയും. പക്ഷെ പേര് മാത്രം പോരാ. മനസ്സിലായോ? എന്താ പോരാ? എന്താ രസം? എന്താ? പേര് മാത്രം പോരാ. നമുക്ക് എന്തും വേണം? നമ്മുടെ വ്യക്തിത്വവും മാറണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ ആദ്യം മാറേണ്ടത് ആരാണ്? നമ്മളിൽ എന്തോ ഉണ്ടാവരുത്? ഭയം ഉണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം, നമ്മൾ ആത്മാഭിമാനം ഉണ്ടാവുന്നവരായിരിക്കണം, നമുക്ക് ഒരാളോടും തെറ്റാൻ ശുചിത്വമുള്ളവരായിരിക്കണം, നല്ല ഡ്രസ്സിങ് ചെയ്യുന്നവരായിരിക്കണം, ഒരാളെ അംഗീകരിക്കാൻ മനസ്സുള്ളവരായിരിക്കണം, മൗനമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. മൗനം നല്ലൊരു മറുപടിയാണ്. നമുക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നവരുമായിരിക്കണം നമ്മൾ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടോ?
അപ്പൊ എന്താണെന്ന് അറിയാവോ, നമ്മൾ ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട കുറെ പോയിന്റ്സുകൾ പറയുന്നത്, അല്ല 1-2 പോയിന്റ്സ് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുന്നുണ്ടെങ്കിൽ കൂടുതൽ പറയും. പക്ഷെ അന്നേരം എന്ത് ചെയ്യുന്നറിയാം, വേറൊരു വീഡിയോയിലൂടെ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണ്ടി വരും. അത് വലിയൊരു ബുദ്ധിമുട്ട് ആകുന്നതുകൊണ്ടാണ്. ഞാനേ നമ്മുടെ മുന്നേ ഉള്ളതൊക്കെ അയ്യോ ഇതൊരു സിനിമ പോലെ കാണാമായിരുന്നല്ലോ. ഇതാണ് നമ്മുടെ ചായക്കട. ഈ ചായക്കടയിൽ വന്നാൽ നല്ല അണ്ടിപ്പരിപ്പും ചായയും കുടിക്കാം. ഇതാണ് ഈ കടയുടെ മുതലാളിയായിട്ടുള്ള നമ്മുടെ ചേട്ടൻ. അപ്പോ ചേട്ടാ ഞങ്ങൾക്ക് ചായ, വേറെ നിങ്ങൾക്ക് നേക്കണം അണ്ടിപ്പരിപ്പ് വന്നോ? എന്നാ ഓക്കെ, നല്ല ഫ്രഷ് അണ്ടിപ്പരിപ്പ് വന്നു തോന്നേ. ഗൂഗിൾ പേ വന്നോ? ഓക്കെ, എന്റെ ഗൂഗിൾ പേ ഇങ്ങോട്ട് തരണോ? നേഹ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നേഹയ്ക്കുണ്ടോ? അപ്പൊ നേഹ അതനുസരിച്ച് നമ്മളെല്ലാവരും, ഗണേശന എന്തുകൊണ്ടാണ്, ജിനു ജോർജ്, എല്ലാവർക്കും നന്ദി. കുഞ്ഞിന് ബൈ.